ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മെഡേക്ക ഫിഷ്. മെഡേക്ക എന്ന് പറഞ്ഞാൽ ഇതൊരു പോണ്ടിലൊക്കെ വളർത്തുന്ന ഒരു ഫിഷാണ്. നമ്മുടെ വൈറ്റ് മോളി, ബ്ലാക്ക് മോളി അങ്ങനത്തെ ഒരു മോളി ഇനത്തിൽപ്പെട്ട ഫിഷിൻ്റെ പോലെ തന്നെ ഇരിക്കുന്നൊരു ഫിഷാണ്. അത്രയും വലുപ്പം തന്നെ വരുള്ളൂ. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കെയിൽസൊക്കെ ഭയങ്കര ഗ്ലോയിങ് ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗോൾഡൻ ടൈപ്പ് ഒരു മെഡേക്കാണ്, ഗോൾഡൻ ഓറഞ്ച് കളറ് ഷെയ്ഡുള്ളത്. അപ്പോൾ അതിൻ്റെ എഗ്ഗ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ അതിനെ വിരിയിച്ച് എടുത്തത്. കാരണം അത് മീൻ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മളൊരു 10-12 എഗ്ഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഗ്ഗ് വാങ്ങിച്ച് നമ്മൾ അതിനെ വിരിയിച്ചെടുത്ത് നമ്മളൊരു നോർമൽ സെറ്റപ്പാക്കി ഹീറ്റർ ഇല്ലാത്തൊരു ടാങ്കിലാണ് അതിനെ വളർത്തിയത്. കാരണം അതിന് അത്രയും ലോ ടെമ്പറേച്ചർ വരെ അതിന് വളരാൻ പറ്റും. ഒരു പ്രശ്നമില്ലാതെ വളരുന്നൊരു ഫിഷാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരലിൻ്റെയൊക്കെ കുഞ്ഞിൻ്റെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്, ഒരു പ്രത്യേക രസമാണ് അതിനെ കാണാനായിട്ട്. വലുതായിട്ടില്ല, ഒരു 2 ഇഞ്ച് വരെ വലുപ്പം വയ്ക്കുന്ന ഒരു ഫിഷാണ്. അപ്പോൾ നമ്മുടെ ഈ ടാങ്കിൽ കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ടാങ്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാണാനും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു അക്വറിയം നമ്മൾ അധികം യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഴി ഗപ്പീസ് കിടക്കുന്ന അക്വറിയമാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോഴി ഗപ്പിയുടെ ബ്രീഡിംഗ് ബോക്സിലാണ് വെച്ചേക്കുന്നത്. കാരണം ഇവൻ ഒരു കുഞ്ഞിനെ പോലും നമുക്ക് കിട്ടുന്നില്ല അതിൽ നിന്ന്. കാരണം എല്ലാത്തിനും തിന്നെയാണ്. ഈ ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ട് പോലും അത് തിന്നാണ്. അപ്പോൾ നമുക്ക് ഈ താഴത്തെ ടാങ്കിനൊന്ന് കുറച്ച് അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ്, ഇതിപ്പോൾ വെടിപ്പാക്കിയിട്ട് തന്നെ ഒരു ഏകദേശം 6 മാസത്തോളമായി. വെള്ളം തീരുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാമെന്നല്ലാതെ നമ്മൾ വേറെ ഒരു ഇതും ചെയ്തിട്ടില്ല, വെള്ളം മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന വാട്ടർ ഹൈഡ്രില്ല എന്ന് പറഞ്ഞ പ്ലാന്റാണ് കിടക്കുന്നത്. അപ്പോൾ ആ പ്ലാന്റും കുറച്ചൊന്ന് മാറ്റിയത് നല്ല തിക്കായിട്ട് നിൽക്കുകയാണ്. ശരിക്കും ഒരു കാട് പോലെയാണ് കിടക്കുന്നത്. ഈ ടാങ്കിൻ്റെ ഏകദേശം ഒരു 1/2 ഭാഗത്തോളം അത് ഫില്ലാണ്. അപ്പോൾ നമുക്ക് ആ കോഴി ഗപ്പീനെ ഒരു ഒരു ഹീറ്ററും ഫിൽറ്ററും വെച്ച് ഇതിനകത്തോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബ്രീഡിംഗ് ബോക്സ് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് മെഡേക്കനെ മുഴുവൻ പിടിച്ച് മറ്റേ അക്വേറിയത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 6 മെഡേക്കാണ് ഇപ്പോൾ ജീവനോടുള്ളത്. കാരണം ബാക്കിയൊക്കെ അങ്ങോട്ട് വലുതായി വന്നപ്പോൾ എല്ലാം ചത്തുപോയി, അങ്ങനെ ഇതൊക്കെ ആയി. സാധാരണ ചത്തുപോവില്ല, അധികം തീറ്റയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ടൈപ്പാണ്. പക്ഷേ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് നോക്കിയില്ല ഈ ടാങ്കിൽ കിടക്കുന്ന മെഡേക്കാനെ. അപ്പോൾ അത് കാരണം 6 നമുക്ക് ഏകദേശം സർവേ ചെയ്ത് ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്ററോളം വലുപ്പമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ ശരിയാക്കി എടുക്കണം. നമുക്കൊരു ഡ്രിഫ്റ്റ് വുഡ് പോലെ നമുക്കൊരു വുഡിൻ്റെ ഇത് കിട്ടിയത് നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ വേരാണ്. പഴയത് കാരണം ഉണങ്ങിപ്പോയത്, അത് നല്ല സ്കെൽറ്റൻ പോലെയുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അത് നമ്മുടെ ഷ്രിമ്പും ഡഫനിയും കിടക്കുന്ന ടാങ്കിൽ വെച്ച് കൊടുക്കാം. ഷ്രിമ്പിന് അത് എന്തായാലും നല്ലതാണ്. എന്തായാലും അത് അഴുകി ഒരുവിധം ഇതായതാണ്, ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ അതവിടെ ഇരിക്കട്ടെ. നമുക്കെന്തായാലും ഈ ഒരു അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ട് മെഡേക്കാനെ അതിനകത്ത് വളർത്താം. ആ അക്വേറിയത്തിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ പ്ലിക്കോസ് ഉണ്ട്, ഷ്രിമ്പുണ്ട്, പിന്നെ നമ്മുടെ ബ്രീഡിങ് കേജിലാണ് നമ്മുടെ കോഴി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കോഴീനെ അതിൽ നിന്ന് മാറ്റണം ബ്രീഡിങ് കേജിൽ നിന്ന്. പിന്നെ നമുക്ക് ബാക്കി സെറ്റപ്പ് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. എന്തായാലും മെഡേക്കാനെ നമുക്ക് വലുതാക്കി എടുക്കണം. ഇതൊരു മുട്ടയിടുന്ന ഫിഷാണ്, നല്ലപോലെ മുട്ടയിടും. കുറച്ച് ചൂടായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം. അപ്പോൾ അത് കാരണം നമുക്കതിനെ പെട്ടെന്ന് വലുതാക്കി ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് നമ്മളത് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും ടിപ്സും അങ്ങനത്തെ ഒരു നല്ല വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.